പത്രികാ സമർപ്പണത്തിന് 2 ദിവസം മാത്രം ശേഷിക്കെ മുന്നണികളിൽ കല്ലുകടിയായി സ്ഥാനാർത്ഥി നിർണയ പ്രതിസന്ധികളും വിമത നീക്കങ്ങളും സജീവമാണ്. തളിപ്പറമ്പിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ പത്രിക നൽകിയിരിക്കുകയാണ് KPCC അംഗം. വർക്കലയിൽ BDJS-ന് സീറ്റ് നൽകിയതിനെതിരെ BJP-യിൽ ഭിന്നത രൂക്ഷമാണ്. തിരുവനന്തപുരം സീറ്റ് CPIM ഏറ്റെടുത്തതിനെതിരെ ജനാധിപത്യ കേരള കോൺഗ്രസിലും അമർഷം പുകയുന്നുണ്ട്. മങ്കടയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലിക്കെതിരെ LDF ആദ്യം രംഗത്തിറക്കിയ MP അലവിക്ക് പകരം കുന്നത്ത് മുഹമ്മദിനെ പിന്തുണയ്ക്കാനാണ് CPIM-ന്റെ തീരുമാനം. ഇതോടെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച MP അലവി പത്രിക പിൻവലിക്കും. മലപ്പുറം വള്ളിക്കുന്നിൽ കോൺഗ്രസ് സീറ്റ് നൽകാത്തതിൽ അതൃപ്തിയിലുള്ള യുവനേതാവിനെ മത്സരിപ്പിക്കാനുള്ള ചരടുവലിയും ഇടതു കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. തളിപ്പറമ്പിൽ CPIM വിമതൻ TK ഗോവിന്ദനെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നതിനെതിരെ KPCC അംഗം കൊയ്യം ജനാർദ്ദനൻ പത്രിക നൽകി. കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നറിയിച്ച് യൂത്ത് കോൺഗ്രസ് നേതൃത്വവും KC വേണുഗോപാലിന് കത്തയച്ചു. ഇടുക്കി സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്തതിൽ പ്രതിഷേധിച്ച് വിമതനെ മത്സരിപ്പിക്കാനുള്ള ആലോചനയിലാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഒരു വിഭാഗം. പെരിന്തൽമണ്ണയിൽ നേതൃത്വത്തോട് കലഹിച്ച് വിമത സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുകയാണ് INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് പച്ചിയിരി സുബൈർ. അതിനിടെ പാലക്കാട് അട്ടപ്പാടിയിൽ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയെ ചൊല്ലി CPI നേതാക്കൾ തമ്മിൽ അസഭ്യവർഷമുണ്ടായി. സംസ്ഥാന കൌൺസിൽ അംഗം പൊറ്റശ്ശേരി മണികണ്ഠനെയും അട്ടപ്പാടി മണ്ഡലം സെക്രട്ടറി D രവിയെയുമാണ് ലോക്കൽ കമ്മിറ്റി അംഗം ജയചന്ദ്രൻ അസഭ്യം പറഞ്ഞത്. VM ലത്തീഫിനെ ജീപ്പിൽ കയറ്റിയതാരാ? എന്ത് സേനയ്ക്കാ നിങ്ങളത് ചെയ്ത? എന്റെ പൈസ നാളെ DC മീറ്റിംഗ് ഉണ്ട്. നാളെ DC നിങ്ങൾ ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങളുടെ അടുത്തൊക്കെ കാണിക്കുന്ന ദ്രോഹമാണ്. VM ലത്തീഫിനെ വണ്ടിയുടെ മുമ്പിൽ കയറ്റിയിട്ട് യാത്ര ചെയ്യുക. ആരെയും ഉണ്ടാക്കി ആരെയും മണികണ്ട നിങ്ങൾ എന്ത് ഇന്നലെ കാണിച്ചത്? VM ലത്തീഫിനെ വിളിച്ച് നിങ്ങളെ വണ്ടി കയറ്റ നിങ്ങൾക്ക് ആരും അനുവാദം തന്നതായി? എന്ത് മുളുക്കിയ ന്യായം പറഞ്ഞാലും എന്റെ മണികണ്ട സാവേ നിങ്ങൾ കാണിച്ച തനി നിങ്ങൾ ആർക്ക് തീർത്താൽ മതി. നിങ്ങൾ പലതും തീർക്കേണ്ടി വരും അട്ടപ്പാടിയില്. തിരുവനന്തപുരം സീറ്റ് CPIM ഏറ്റെടുത്തതിൽ പ്രതിഷേധവുമായി ജനാധിപത്യ കേരള കോൺഗ്രസ് രംഗത്തു വന്നു. വർക്കല സീറ്റ് BDJS-ന് നൽകിയതിനെതിരെ NDA-യിലും ഭിന്നത രൂക്ഷമാണ്. സ്വതന്ത്രനായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ് BJP നേതാവ് ആലംകോട് ദാനശീലൻ. അതിനിടെ ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥി PK ശശിക്ക് കൈപ്പത്തി ചിഹ്നം നൽകരുതെന്ന ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം നേതൃത്വം അംഗീകരിച്ചു. PK ശശി സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കും. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.